അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജീവിതത്തിൽ ഐശ്വര്യം ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? നമുക്കെല്ലാവർക്കും ഉണ്ടാവും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവുമുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നവരായിരിക്കും നാം എല്ലാവരും. ജീവിക്കുന്ന കാലത്തോളം എനിക്കും എൻ്റെ കുടുംബത്തിനും ദാരിദ്ര്യത്തിൽ നിന്നും കാക്കണം, മരണം വരെ ജീവിതത്തിൽ സന്തോഷം നൽകണം, ഇങ്ങനെയൊക്കെ നാം അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരിക്കും എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ദുആ ചെയ്യുന്നവർ ആരും തന്നെ ഉണ്ടാവില്ല ഇതേപോലെയുള്ള ജീവിതം ആഗ്രഹിക്കാത്തവർ. ദാരിദ്ര്യം ഞങ്ങളെ ജീവിതത്തിൽ തരല്ലേ അല്ലാ, പ്രയാസം ഞങ്ങളെ ജീവിതത്തിൽ തരല്ലേ അല്ലാ, രോഗം മാരകമായ അസുഖത്തെ തൊട്ട് കാക്കണമല്ല, അങ്ങനെയൊക്കെ നാം എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരിക്കും. ഇങ്ങനെ ദുആ ചെയ്യാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ നമ്മുടെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് ഉദ്ദേശങ്ങൾ, അതൊക്കെ ഒന്ന് പൂർത്തിയായി കിട്ടണം റബ്ബേ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ടാവും, അല്ലേ? പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പറയുന്നത്. വലിയ അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്താണിത്. ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്നവർ ഈ സൂറത്തുൽ ഖദർ ഈ പറയുന്ന ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കുക. രാവിലെ നമ്മൾ ഈ ഒരു സൂറത്ത് ഓതിയിട്ട് വൈകിട്ട് ആവുന്ന സമയത്ത് നമ്മൾ ആ വിചാരിച്ച കാര്യം നടന്നു കിട്ടും. അത്രക്കും അത്ഭുതമായ സൂറത്താണിത്. ഈ ഒരു സൂറത്തുൽ ഖദറിൻ്റെ മഹത്വം പറയുകയാണെങ്കിൽ, ഒരാൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം 7 തവണ ഈ ഒരു സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ അള്ളാഹു അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. എത്ര കുടുങ്ങിയാലും, എത്ര പ്രയാസപ്പെട്ട ഒരു ബുദ്ധിമുട്ടിൽ അവൻ കുടുങ്ങിപ്പോയാലും ഒരിക്കലും വിചാരിക്കാത്ത ഭാഗമായിരിക്കും അള്ളാഹു ആ കുടുക്കിൽ നിന്നും അവനെ അതിൽ നിന്നും സംരക്ഷിക്കുന്നത്. അത്രക്കും പവറുള്ള ഒരു സൂറത്താണിത്. അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സഹിക്കുന്ന ബുദ്ധിമുട്ട്, പ്രയാസം എല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നമുക്ക് എളുപ്പമുള്ളൊരു സമയമാണ്, അല്ലേ? സുബഹിൻ്റെ ശേഷം നമുക്ക് കുറച്ചൊക്കെ ദിക്റുകളായാലും സൂറത്തുകളായാലും ഖുർആൻ ആയാലും ഒക്കെ കുറച്ചൊന്ന് ഓതാനിരിക്കുന്ന ഒരു സമയമാണ് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം, അല്ലേ? അത് കഴിഞ്ഞ് നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും തിരക്കുള്ള സമയമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സുബഹി നിസ്കരിച്ചതിൻ്റെ ശേഷം 7 തവണ, വെറും 7 തവണ സൂറത്തുൽ ഖദർ ആണ് കേട്ടോ. സൂറത്തുൽ ഖദർ വെറും 7 തവണ നിങ്ങൾ ഓതുക. എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം, പ്രശ്നം എന്താണോ, എന്ത് പ്രയാസത്തിലാണോ നിങ്ങൾ അകപ്പെട്ടു പോയത്, ആ ബുദ്ധിമുട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്തു നോക്കൂ. അന്ന് രാത്രി ആവുന്നതിൻ്റെ മുന്നേ നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തീർത്തു തരുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക. എത്ര പ്രയാസപ്പെട്ടതായാലും, എത്ര കുടുക്കിലായാലും, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, എൻ്റെ പ്രയാസം തീരില്ല എന്നൊക്കെ ആയാലും നിങ്ങളെ മനസ്സിൽ ഞാൻ ഒന്നുകിൽ ഈ ഒരു കടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിങ്ങൾ അകപ്പെട്ടു പോയാലും ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ഈ ഒരു രൂപത്തിൽ ഈ ഒരു സൂറത്തിൽ നിങ്ങൾ ഓതി നോക്കുക. ഇന്ന് നിങ്ങൾ ഒരു ദിവസം ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടില്ല എങ്കിൽ നിങ്ങൾ 2-3-4 ദിവസമായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ഇതേ രൂപത്തിൽ മനസ്സിലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് നിങ്ങൾ ഓതി നോക്കുക. തീർച്ചയായിട്ടും ഒരിക്കലും വിചാരിക്കാത്ത ഒരു ഭാഗം ആയിരിക്കും നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അങ്ങനത്തെ ഒരു സൂറത്താണിത്. അത്ഭുതം സംഭവിക്കാവുന്ന ഒരു സൂറത്താണ്. നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഈ സൂറത്ത് ഒരു ഉദ്ദേശം വെച്ചിട്ട്, എന്ത് കാര്യത്തിനാണ് നമ്മൾ ഈ സൂറത്തിനെ മുൻ നിർത്തിക്കൊണ്ടിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ആ ഒരു കാര്യം എത്ര കഠിനമായ പ്രയാസപ്പെട്ട കാര്യമായാലും, എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായാലും അത് അള്ളാഹു എളുപ്പമാക്കി തരുമെന്നതാണ്. അതുകൊണ്ട് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതി നോക്കുക, നിങ്ങളുടെ പ്രയാസം തീരുന്നതാണ്. ഇത് രാവിലെ നമ്മൾക്ക് ഓതി വൈകുന്നേരമാവുമ്പോഴേക്കും നമ്മുടെ ബുദ്ധിമുട്ട്, ആ പ്രയാസം നീങ്ങി കിട്ടുന്നതാണ്. ഇനി ഒരാൾ ഈ ഒരു സൂറത്ത് മഗ്രിബ് നിസ്കരിച്ചതിൻ്റെ ശേഷവും അതുപോലെ തന്നെ സുബഹി നിസ്കരിച്ചതിൻ്റെ ശേഷവും 3 തവണ ഈ സൂറത്ത് ഓതിയാൽ പിശാചിൻ്റെ ശല്യമൊന്നും അവന് ഉണ്ടാവില്ല. നമുക്കുണ്ടാവും ഒരു പിശാചിൻ്റെ ഒരു തലവേദന, അല്ലേ, ഒരു ക്ഷീണം, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ഉണ്ടാവാറില്ല. ഒരു മഗ്രിബിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ
കാണുമ്പോഴൊക്കെ എന്തോ ഒരു പ്രയാസം, അതൊക്കെ പിശാചിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു സമയം അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾ വുളു എടുത്തുകൊണ്ട് ഈ സൂറത്ത്, ഈ പറഞ്ഞ ഈ ഒരു സൂറത്ത് മഗ്‌രിബിൻ്റെ ശേഷം, സുബഹിൻ്റെ ശേഷം വെറും 3 തവണ, പിന്നെ സുബഹിൻ്റെ ശേഷം 3 തവണ, അങ്ങനെ നിങ്ങളൊന്ന് 2-3 ദിവസമായിട്ട് ഒന്ന് ഓതി നോക്കൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പ്രയാസവും ഉള്ളവർ, എപ്പോഴും ക്ഷീണം വരിക, അല്ലെ എല്ലാത്തിനും മടി വരിക, നിസ്കരിക്കാനൊരു മടി വരിക, അങ്ങനെയൊക്കെയുള്ളവർ ഉണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 7 ദിവസമോ അങ്ങനെയൊക്കെ നിങ്ങളൊരു ദിവസം അനുസരിച്ചിട്ട് ഓതി നോക്കൂ. സുബഹിൻ്റെ ശേഷം 3, മഗ്‌രിബിൻ്റെ ശേഷം 3, അങ്ങനെയാണ് കേട്ടോ ഓതേണ്ടത്. അങ്ങനെ തുടർച്ചയായിട്ട് കുറച്ച് ദിവസമായിട്ട് ഓതി നോക്കുക. നിങ്ങൾ പിശാചിൻ്റെ ശല്യം പ്രയാസമൊന്നും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരില്ല. അതുകൊണ്ട് ഈ ഒരു രൂപത്തിൽ നിങ്ങൾ ഓതി നിങ്ങളുടെ ഈ നേരത്തെ മേലെ പറഞ്ഞ ഈ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം 7 തവണയാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 7 തവണയാണ് സുബഹിൻ്റെ ശേഷം ഈ ഒരു സൂറത്തുൽ ഖദറാണ്. എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് അല്ലേ. നമ്മൾ റമളാൻ മാസം 26 രാവിൻ്റെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന രാവിലൊക്കെ നമ്മളൊക്കെ ഓതിയ സൂറത്താണ്. എല്ലാവർക്കും കാണാപാഠമായിട്ടുള്ള സൂറത്തുമായിരിക്കും. എന്നാലും നിങ്ങൾ ഓതുന്ന സമയത്ത് നല്ല വുളു എടുത്തുകൊണ്ട് തന്നെ നല്ല വൃത്തിയോടെ നല്ല ഒരു ആത്മാർത്ഥതയോടെ തെക്കുവയോടെ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നല്ല ഒരു തെക്കുവയോട് കൂടിയിട്ട് ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് നോക്കിക്കൊണ്ട് തന്നെ ഓതുക. ഈ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം 7 എണ്ണം ഓതാൻ പറഞ്ഞത് കാണാപാഠമാണ്, എപ്പോഴും ഞാൻ ഓതുന്നതാണ്, നമ്മൾ നിസ്കാരത്തിലൊക്കെ ഓതുന്നതായിരിക്കും. എന്നാലും ശരി, നിങ്ങൾ ഖുർആൻ ഒന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് അതിൻ്റേതായ ഒരു രീതിയിൽ നിങ്ങൾ ഓതി നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ പ്രയാസവും പ്രശ്നവും ഒക്കെ, എന്ത് പ്രയാസത്തിനാണ് എന്ത് ബുദ്ധിമുട്ടിനാണ് നിങ്ങളിത് ഈ ഒരു സൂറത്തിനെ മുൻ നിർത്തിക്കൊണ്ട് ഓതിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കുന്നത്, ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കിക്കൊണ്ട് തരുന്നതാണ്. അതുപോലെ തന്നെ ഒരു സഹോദരി, ഒരു സ്ത്രീ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിസ്കരിക്കാൻ ഭയങ്കര മടിയാണ്, നിസ്കരിക്കാൻ മടി വരുന്നു, എന്താ ചെയ്യുക എന്ന്. അപ്പം അതൊക്കെ പിശാചിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അങ്ങനെ മടി വരുന്നത്. നിസ്കരിക്കാതെ നമ്മൾ ഈ ഒരു പറയുന്ന ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമുക്കതിന് ഫലം കിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്ത് തന്നെ ചെയ്താലും നിസ്കാരമാണ് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത്. ആദ്യം തന്നെ നിസ്കരിക്കുക, അതിൻ്റെ ശേഷമാണ് എല്ലാം നമുക്ക് വേണ്ടത്. നിസ്കാരം ഒരു വക്ത് കളാക്കാതെ വേണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാൻ. അപ്പം അങ്ങനെ ഒരു പ്രയാസമൊക്കെ ഉള്ളവർ, അങ്ങനെ നമുക്ക് നിസ്കരിക്കാൻ ഒരു മടി, ഒരു ക്ഷീണം, അല്ലേ, മഗ്‌രിബിൻ്റെ നേരത്ത് കിടക്കാൻ തോന്നുക, അങ്ങനെയൊക്കെയുള്ള പ്രയാസമുള്ളവരുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സൂറത്തുൽ ഖദർ സുബഹിൻ്റെ ശേഷം നിങ്ങൾ 3 തവണ ഓതുക. അതുപോലെ തന്നെ മഗ്‌രിബിൻ്റെ ശേഷം 3 തവണ ഓതിയിട്ട് ഒന്ന് കയ്യിൽ ഊതിയിട്ട് മേലൊന്നായിട്ടൊന്ന് തടവുക, തല തൊട്ട് കാല് വരെ ഒന്ന് തടവുക. 3 എണ്ണം അങ്ങനെ ഓതിയിട്ട് സുബഹിൻ്റെ ശേഷം 3, മഗ്‌രിബിൻ്റെ ശേഷം 3, അങ്ങനെ ഓതിയിട്ട് തല മുതൽ കാല് വരെ ഒന്ന് തടവിയെടുക്കുക. അപ്പോൾ നേരത്തെ മേലെ ഞാൻ പറഞ്ഞത് സുബഹിൻ്റെ ശേഷം 7 തവണ, അത് നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഓതുന്നത് കേട്ടോ. മനസ്സിലൊരു ഉദ്ദേശം വെച്ച്, നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഒരു പ്രയാസമുണ്ട് നിങ്ങളെ മനസ്സിൽ, ആ ഒരു ആഗ്രഹം അല്ലേ. നമുക്കോരോ ജീവിതത്തിൽ നമുക്ക് ഓരോ പ്രയാസവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് ഓരോ കാര്യങ്ങൾ പൂർത്തിയായി കിട്ടണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ നിങ്ങൾ സുബഹിൻ്റെ ശേഷം ഈ ഒരു സൂറത്ത് 7 തവണ. പിന്നെ ഞാൻ ഈ പറഞ്ഞത് നമുക്ക് പിശാചിൻ്റെ ബുദ്ധിമുട്ട്, അതായത് നിസ്കരിക്കാൻ മടി വരിക, എപ്പോഴും കിടക്കാൻ വരിക, എപ്പോഴും ഉറക്കം തൂക്കുക, തലവേദന, ഒന്നിനും ഒരു ഉഷാറില്ല, ഒരു ഉന്മേഷമില്ല, എപ്പോഴും ക്ഷീണം, അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ രൂപത്തിൽ ഈ സൂറത്തുൽ ഖദർ എന്ന ഈ ഒരു കുഞ്ഞു സൂറത്ത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം 3 തവണയും അതേപോലെ തന്നെ മഗ്‌രിബ് നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾ 3 തവണ ഓതിയിട്ട് കയ്യിലൊന്ന് ഊതിയിട്ട് തല മുതൽ കാല് വരെ ഒന്നിങ്ങനെ തടവുക. അപ്പം അങ്ങനെ നിങ്ങൾ ഒരു കുറച്ച് ദിവസം അങ്ങനെ ചെയ്തു നോക്കുക. ഒറ്റ ദിവസം ചെയ്യണം എന്നല്ല കേട്ടോ, കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ചെയ്തു പോരി. അപ്പോൾ ആ പ്രയാസവും പ്രശ്നവും ഒക്കെ നിങ്ങൾക്ക് തന്നെ അത് ശ്രദ്ധിച്ചാൽ അറിയാം. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് അതിൽ നിന്നും എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പം അതിനനുസരിച്ചിട്ട് കുറച്ച്
ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു പോരുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികമായിട്ട് പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവരാണ് എങ്കിൽ ഒരു 40-41 ദിവസമൊക്കെ ചെയ്തു നോക്കി. ഈ ഒരു രൂപത്തിൽ സുബൈക്കും മഗ്‌രിബിനും അല്ലേ, നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും ഒഴിവ് കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക. ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവർ, ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഒന്നുമില്ല, എന്നാലും മനസ്സിന് എന്തോ ഒരു വിഷമമാണ്, ഒന്നിനും പൂതിയില്ല, എപ്പോഴും കിടക്കാനാണ് തോന്നുന്നത്, അതുപോലെ എപ്പോഴും കിടന്നുറങ്ങണം, അങ്ങനെയൊക്കെയാണ്, ക്ഷീണമാണ്, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക. പിശാചിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അത് നിസ്കരിക്കാനൊക്കെ നമുക്ക് മടി, അലസതയൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ എന്ന് വെച്ചിട്ട് പിശാചിൻ്റെ ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചിട്ട് നിസ്കാരം നിങ്ങൾ കളാക്കരുത്. നിങ്ങൾ ഏത് ബുദ്ധിമുട്ടിൽ നിന്നും നെട്ടി എണീച്ചിട്ട് പെട്ടെന്ന് തന്നെ ബാങ്ക് കേട്ടാൽ എണീറ്റിട്ട് നിസ്കാരം നിങ്ങൾ നിസ്കരിക്കണം. എന്നിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അതിന് പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടണ്ടേ. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഓരോ ദിക്റുകളൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇതേ രൂപത്തിൽ കേട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചൊല്ലുന്നത് നിങ്ങളെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വക്ത് നിസ്കാരം കളാക്കാതെ നല്ലൊരു നിയ്യത്ത് വെച്ചിട്ട് വേണം നിങ്ങളിതൊക്കെ ചെല്ലാൻ. അങ്ങനെ ചെല്ലുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടും, ഉറപ്പാണ്. നമുക്ക് മനസ്സിലൊരു തഖ്വ വേണം. ഞാൻ ഈ ഒരു കാര്യം ചെയ്താൽ ഈ ഒരു കാര്യത്തിന് എനിക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. അങ്ങനെയുള്ളൊരു മനസ്സോടെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്ത് രാത്രിയാകുമ്പോഴേക്കും ഇതിനുള്ള ഉത്തരമൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓരോ കാര്യങ്ങൾ സലാത്ത് ചൊല്ലിയിട്ടൊക്കെ നടന്നത് ഞാൻ എത്രയോ വട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉംറക്ക് പോകാൻ കഴിഞ്ഞതൊക്കെ. അപ്പോഴൊക്കെ ഞാൻ ഈ ഉംറക്ക് പോകാനൊന്നും പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഓരോ സാഹചര്യങ്ങൾ വരികയാണ്, നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. പോവുകയാണെങ്കിൽ പോവാം, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ മുന്നിൽ വന്ന് നിൽക്കും നമ്മളെ മുന്നിൽ. നമ്മൾ തന്നെ അന്തം വിട്ടു പോകും. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചന വരുള്ളൂ. ഞാൻ സലാത്ത് ചൊല്ലിയത് കൊണ്ടാവാം എനിക്ക് ഇങ്ങനെ വന്നത്. എൻ്റെ മനസ്സിൽ അപ്പോൾ ഒന്നും ഇങ്ങനെ ഞാൻ സലാത്ത് ചെല്ലാറുണ്ട്, എപ്പോഴും സലാത്ത് ചെല്ലും. പക്ഷേ എനിക്ക് ഉംറക്ക് പോകാൻ ഒരു അവസരം വന്നപ്പോഴൊന്നും ഞാൻ എങ്ങനെ ഇപ്പോൾ പോകും, എനിക്കെങ്ങനെ ഇങ്ങനെ പോകാനുള്ള അവസരം വന്നത് എൻ്റെ മുന്നിൽ. പിന്നെയാണ് എനിക്കെൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഞാൻ സലാത്ത് ചെല്ലാറുണ്ടല്ലോ, സലാത്ത് ചൊല്ലിയിട്ടാണ് പഠിച്ചവൻ എനിക്ക് ഇങ്ങനെയുള്ളൊരു പോകാനുള്ളൊരു കഴിവെൻ്റെ മുന്നിൽ, എനിക്ക് പോകാനുള്ളൊരു അവസരം മുന്നിൽ വന്ന് നിന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുക. ഓരോ കാര്യങ്ങൾ നമ്മൾ ഇതുപോലെയുള്ള സലാത്തായിക്കോട്ടെ, ദിക്റുകളായിക്കോട്ടെ, ഇനി ആയത്തുകളായിക്കോട്ടെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉത്തരം കിട്ടും മക്കളെ. അതിൻ്റേതായ രീതിയിൽ നമുക്ക് നല്ല തഖ്വയോട് കൂടി നാം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടും, ഉറപ്പാണ്. അതുപോലെ നമുക്ക് അധിക പ്രയാസം ബുദ്ധിമുട്ടും നമ്മുടെ ഓരോ ജീവിതത്തിൽ നല്ല ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഇങ്ങനെ എന്നും പ്രയാസവും മനസ്സിൽ സമാധാനമില്ലാത്ത ജീവിതം അങ്ങനെയുണ്ടല്ലോ. ദാരിദ്ര്യം, പട്ടിണി, അതുപോലെ മക്കളെ കാര്യങ്ങൾ നോക്കാൻ കഴിയാൻ പണമില്ല, അങ്ങനെയൊക്കെയുള്ള പ്രയാസമൊക്കെയുള്ളവർ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാത്തവരാണെങ്കിൽ, ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം, തഹജ്ജുദ് നിസ്കരിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചോളൂ. തഹജ്ജുദ് 2 ദിവസം നിങ്ങൾ എണീറ്റ് നിസ്കരിക്കുമ്പോഴേക്കും നിങ്ങളുടെ ആ ജീവിതത്തിൽ സമാധാനമുണ്ടാകും, ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആ ഒരു ബുദ്ധിമുട്ട്, ദാരിദ്ര്യം ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ സഹിക്കുന്ന പ്രയാസവും പ്രശ്നവും ഒക്കെ ഒന്ന് അള്ളാഹുവിനോട് നിങ്ങൾ പറഞ്ഞു നോക്കി, തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രയാസം അള്ളാഹു തീർത്ത് തരും. നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സമാധാനമാണ് തഹജ്ജുദ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഒന്നും തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളല്ലായിരുന്നു. ഞാൻ കുറേ കൊല്ലങ്ങൾക്ക് മുന്നേ ഒന്നും തഹജ്ജുദ് നിസ്കരിക്കാറേ ഇല്ലായിരുന്നു. ഈ അടുത്ത കൊല്ലമാണ് ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു കാര്യമാണ് എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളോട് ഞാൻ പറയാറുള്ളത്. ഒരുപാട് മാറ്റം, ഒരുപാട് സമാധാനം, സന്തോഷം ഒക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഈ തഹജ്ജുദ് നിലനിർത്തി പോന്നിട്ട്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും പ്രയാസവും പ്രശ്നവും ഒക്കെ, ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും ഓരോരുത്തരുടെ ജീവിതം. കുറേ ആൾ കമൻറ്റ് ചെയ്യാറുണ്ട്, പ്രയാസവും പ്രശ്നവുമാണ് ജീവിതം എന്ന് തന്നെ മടുത്തു എന്നൊക്കെ. അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ തഹജ്ജുദ് നമ്മൾ നിർവഹിച്ചാൽ നമ്മുടെ കാര്യം ആ ഒരു സമയത്ത്, ആ ഒരു 4 മണി സമയത്തൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ദുആക്ക് ഉത്തരം കിട്ടും മക്കളെ. അള്ളാഹ് കേൾക്കും നിങ്ങൾ ആ വിളി.
അള്ളാഹുവേ എൻ്റെ പ്രയാസം, ഇന്ന പ്രശ്നം, എന്ത് പ്രയാസമായാലും അള്ളാഹിനോട് നിങ്ങൾ പറഞ്ഞോളി. ആ ഒരു സമയം ഒരു 2 റക്അത്ത് നിസ്കരിച്ചു കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിൽ തന്നെ സമാധാനമുണ്ടാകും. അതുപോലെ ഭർത്താവിന് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരൊക്കെ ഭാര്യമാർ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് നോക്കൂ. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ശേഷം ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ഞാൻ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ആ ഒരു പറഞ്ഞ ദിക്റ് ചൊല്ലിയിട്ട് ഓരോ കാര്യങ്ങൾ നടന്നിത്ത എന്ന് കമൻറ്റിലൂടെ അറിയിച്ചവർ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം പ്രയാസവും പ്രശ്നവും ഒക്കെ ഉള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഒരു സൂറത്ത് നിങ്ങൾ ചൊല്ലി നോക്കുക. 7 തവണ സുബഹി നിസ്കാരത്തിന് ശേഷം മനസ്സിലൊരു കാര്യം വെച്ചുകൊണ്ട് ഒരു കാര്യം പൂർത്തിയായി കിട്ടണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സുബഹിൻ്റെ ശേഷം 7 തവണ കേട്ടോ നല്ല ഉളു എടുത്തുകൊണ്ട് മുസാഫിൽ നോക്കി തന്നെ ഓതുക. അങ്ങനെ ഒരു 7 ദിവസമായിട്ട് അങ്ങനെ തുടർച്ചയായിട്ട് ചൊല്ലിക്കോളൂ. അതുപോലെ പിശാചിൻ്റെ ബുദ്ധിമുട്ട്, ശാരീരികമായിട്ട് മനസ്സിന് ക്ഷീണം, പ്രയാസം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, മനസ്സിന് ഒന്നിനും ഒരു പൂതിയില്ലായ്മ, അങ്ങനെയൊക്കെയുള്ളവർ ഈ ഒരു മഗ്‌രിബിൻ്റെ ശേഷം 3 തവണ, സുബഹിൻ്റെ ശേഷം 3 തവണ ഈ ഒരു സൂറത്തിൽ ഖദർ സൂറത്ത് 3 തവണ ഓതിയിട്ട് കയ്യിലൊന്ന് ഊതിയിട്ട് മേലെ ഒന്നായിട്ട് തടവുക. അങ്ങനെ ഒരു 40-41 ദിവസം ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ആ പ്രയാസം തീർന്ന് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് അതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നതും അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.